തെരഞ്ഞെടുപ്പുകളിൽ RSSും കോൺഗ്രസും തമ്മിലുള്ള ബാന്ധവത്തിന് കേരളത്തിൻ്റെ രൂപീകരണത്തോളം പഴക്കമുണ്ട്. കേരളത്തിലെ തെരഞ്ഞെടുപ്പുകളിൽ കോൺഗ്രസും RSSൻ്റെ BJPക്ക് മുമ്പുള്ള രാഷ്ട്രീയ രൂപമായ ജനസംഘവും ഒക്കെ തമ്മിലുള്ള രാഷ്ട്രീയ ബന്ധത്തിന്, പരസ്പരമുള്ള കൃത്യമായ കൊടുക്കൽ വാങ്ങലിന് കേരളത്തിൻ്റെ കേരളത്തോളം പഴക്കമുണ്ട്. വെറുതെ പറയുന്നതല്ല, ഒരുപാട് തെളിവുകൾ അക്കാര്യത്തിൽ നമുക്ക് വർഷവും സ്ഥാനാർത്ഥികളുടെ പേരും തെരഞ്ഞെടുപ്പുകളുടെ കാലവും ഒക്കെ പറഞ്ഞു തന്നെ പറയാൻ കഴിയും. ഇതൊക്കെ ചരിത്രമായി നിൽക്കുമ്പോൾ തന്നെയാണ് VD സതീശനും കൂട്ടരും കേരളത്തിൽ CPIMും RSSും തമ്മിൽ, അല്ലെങ്കിൽ CPIMും BJPയും തമ്മിൽ തിരഞ്ഞെടുപ്പ് ഡീൽ ഉണ്ട് എന്ന് പറയുന്നത്. കൃത്യമായി അത് അവരുടെ ഡീൽ മറച്ചു വെക്കാനാണ്. അവരുടെ ഡീൽ എന്ന് പറയുന്നത് കേരളത്തോളം തന്നെ പഴക്കമുള്ളതാണ്. അതിപ്പോഴും ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തുടരുകയാണ്. 1957 കേരളത്തിലെ ഒന്നാം നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 56 കേരളം രൂപീകരിച്ചതെന്ന് നമുക്കറിയാം. 57 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ജനസംഘം, അതായത് BJPയുടെ മുൻ രൂപമായ RSS രൂപീകരിച്ച രാഷ്ട്രീയ പാർട്ടി മത്സരിച്ചിരുന്നില്ല. അത് കഴിഞ്ഞ് 1960 തെരഞ്ഞെടുപ്പിലാണ് അവർ ആദ്യമായി കേരളത്തിൽ മത്സരിക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിൽ 4 സ്ഥാനാർത്ഥികളെ അവരുടെ പ്രധാനപ്പെട്ട നേതാവ്, ദേശീയ നേതാവ് ദീൻ ദയാൽ ഉപാധ്യായ കേരളത്തിൽ വന്ന് പ്രഖ്യാപിച്ചു. അതിലൊരാളായിരുന്നു പട്ടാമ്പിയിലെ സ്ഥാനാർത്ഥി മാധവൻ നായർ. പക്ഷേ പ്രഖ്യാപിച്ചേ ഉള്ളൂ, സ്ഥാനാർത്ഥി മത്സരിച്ചില്ല. പകരം അതേ മണ്ഡലത്തിൽ പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ച മാധവൻ നായർക്ക് വേണ്ടി ഇദ്ദേഹത്തെ മാറ്റിക്കൊടുത്തു. എന്തായിരുന്നു ആ മാറ്റിക്കൊടുത്തതിൻ്റെ രാഷ്ട്രീയം എന്നറിയാമോ? പട്ടാമ്പിയിൽ അന്നത്തെ അവിഭക്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയെ തോൽപ്പിക്കാൻ. ആരായിരുന്നു ആ സ്ഥാനാർത്ഥി? EMS, സാക്ഷാൽ EMS. പട്ടാമ്പിയിൽ EMSനെ തോൽപ്പിക്കുകയാണ് നമുക്ക് പ്രധാനമെന്ന് RSSും കോൺഗ്രസും കൂടി പരസ്പരം ധാരണ തീരുമാനിച്ചു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ജനസംഘത്തിൻ്റെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ചുകൊണ്ട് കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുത്തു. പക്ഷേ ജയിച്ചത് EMS ആണ്. അതൊരു ചരിത്രമാണ്. അന്നും ഇന്നും കേരളത്തിൽ കോൺഗ്രസ്സിന് വേണ്ടി സ്ഥാനാർത്ഥികളെ മരവിപ്പിച്ചും ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയും RSSും, നേരെ തിരിച്ച് BJPക്ക് വേണ്ടി, RSSനും BJPക്കും വേണ്ടി സ്ഥാനാർത്ഥികളെ മരവിപ്പിച്ചോ അല്ലെങ്കിൽ ദുർബല സ്ഥാനാർത്ഥികളെ നിർത്തിയോ, ഇപ്പോഴത്തെ പാലക്കാട് മോഡൽ, അവരെ സഹായിക്കുന്നത് കോൺഗ്രസും. അങ്ങോട്ടും ഇങ്ങോട്ടും ഈ കൊടുക്കൽ വാങ്ങലിൻ്റെ ഡീലിൻ്റെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ആഴത്തിലുള്ള ബന്ധം ഇവർക്ക് പരസ്പരം നല്ല ബോധ്യമാണ്. ഈ ബോധ്യം ഓരോ തെരഞ്ഞെടുപ്പിലും മാധ്യമങ്ങൾ, നീതിബോധമുള്ള, ചരിത്രമറിയാവുന്ന മാധ്യമങ്ങളോ ചരിത്രബോധമുള്ള മതനിരപേക്ഷമായി കാര്യങ്ങളെ കാണുന്ന മാധ്യമപ്രവർത്തകരോ അല്ലെങ്കിൽ കൃത്യമായി ഫാസിസ്റ്റ് വിരുദ്ധ, വർഗീയ വിരുദ്ധ നിലപാടുള്ള രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളോ നേതാക്കന്മാരോ പിണറായി വിജയനെ പോലുള്ള ആളുകളോ തോണ്ടി പുറത്തിടും എന്ന് വരുമ്പോൾ ഇവർ എടുത്ത് പുറത്തേക്ക് വീശുന്ന ആ ഒറ്റ വാക്കാണ് CPM BJP ഡീൽ എന്ന് പറയുന്നത്. അതൊരു നനഞ്ഞ പടക്കമാണ്, എടുക്കാത്ത നാണയമാണ്. ഈ തെരഞ്ഞെടുപ്പിലും അത് പൊട്ടാൻ പോകുന്നില്ല. ഒരു മൂല്യവുമില്ലാത്ത ഓട്ടക്കാലണയായി ഈ ആരോപണവും അവസാനിക്കും. നമുക്ക് ഒരു കണക്ക് നോക്കാം. അത് നോക്കിക്കൊണ്ട് തന്നെ വേണം ഈ തെരഞ്ഞെടുപ്പിൽ ഈ ഡീലിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ പോകാൻ. കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പ്. കേരളത്തിൽ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൽ ആദ്യമായി BJP അക്കൗണ്ട് തുറന്ന തെരഞ്ഞെടുപ്പാണല്ലോ 2024. തൃശ്ശൂരിൽ സുരേഷ് ഗോപി ജയിച്ചു. UDF സ്ഥാനാർത്ഥി കോൺഗ്രസിൻ്റെ പ്രമുഖ നേതാവ് K മുരളീധരൻ 3ാം സ്ഥാനത്ത് പോയി.
ആ തെരഞ്ഞെടുപ്പിലെ കണക്കുകൾ നോക്കാം. ആ തെരഞ്ഞെടുപ്പിൽ LDFും BJPയും തമ്മിൽ ഡീലുണ്ടാക്കി എന്ന് ഒളിഞ്ഞും തെളിഞ്ഞും അന്നും ഇന്നും പറയാൻ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നവരാണ് ഇവർ എന്ന് ആലോചിക്കണം. നമ്മൾ കൃത്യമായി പറയാറുണ്ട്, TN പ്രതാപൻ എന്ന് പറയുന്ന തൃശ്ശൂരിലെ UDF MP, അദ്ദേഹത്തെ മാത്രമാണ് 2019 ജയിച്ചതിൽ നിന്ന് 2024 എത്തിയപ്പോൾ മാറ്റി ഒരേ ഒരു സ്ഥാനാർത്ഥി അദ്ദേഹം മാത്രമാണ്. ബാക്കി എല്ലാവരെയും സിറ്റിംഗ് MPമാരെ മുഴുവൻ അവർ നിലനിർത്തി. അവർക്ക് 19 MPമാരുണ്ടായിരുന്നല്ലോ, 18 പേരെയും നിലനിർത്തി. 18 നിലനിർത്തി പറഞ്ഞാൽ 17 പേരെ നിലനിർത്തി. പ്രതാപനെ മാറ്റിയിട്ട് വടകരയിൽ നിന്ന് മുരളീധരനെ തൃശ്ശൂരേക്ക് കൊണ്ടുവന്നു. എന്നിട്ട് ആ കച്ചവടം വളരെ കൃത്യമായിരുന്നു. നമ്മൾ വിചാരിക്കും ഇപ്പോൾ വട്ടിയൂർക്കാവിൽ മത്സരിക്കുന്ന UDF സ്ഥാനാർത്ഥി K മുരളീധരൻ അവിടെ ദയനീയമായി 3ാം സ്ഥാനത്ത് പോയല്ലോ, അദ്ദേഹത്തോട് രാഷ്ട്രീയമായി അനീതി ചെയ്തല്ലോ എന്നൊക്കെ വിചാരിക്കും. പക്ഷേ യാഥാർത്ഥ്യം അതിനും അപ്പുറത്താണ് എന്ന് കോൺഗ്രസിൻ്റെ അന്തർനാടകങ്ങളും കോൺഗ്രസിലെ അന്തർധാരകളും പറയുന്നുണ്ട്. എല്ലാവരും, തോറ്റവരും തോൽപ്പിച്ചവരും സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചവരും എല്ലാം ചേർന്ന് നടത്തിയ രാഷ്ട്രീയ നാടകമായിരുന്നു, രാഷ്ട്രീയ കച്ചവടമായിരുന്നു അത്. അതിൻ്റെ ആ കണക്ക് ഇങ്ങനെയാണ്. അതായത് UDF സ്ഥാനാർത്ഥിക്ക് K മുരളീധരന് അതിന് തൊട്ട് മുമ്പത്തെ തെരഞ്ഞെടുപ്പിൽ TN പ്രതാപന് കിട്ടിയതിനേക്കാൾ കുറവ് വന്നത് 86,965 വോട്ടുകളാണ്. പുതിയ വോട്ടർമാർ കൂടി ചേരുമ്പോൾ ഫലത്തിൽ ഏതാണ്ട് 1,00,000-ഓളം വോട്ടുകൾ കുറഞ്ഞു. നേരത്തെ 2019 2024 എത്തിയപ്പോൾ 74,686 വോട്ടുകളുടെ ഭൂരിപക്ഷത്തിനാണ് അന്ന് സുരേഷ് ഗോപി ജയിക്കുന്നതെന്ന് ആലോചിക്കണം. ഇടതുപക്ഷത്തിന് 16,196 16,196 വോട്ടുകൾ കൂടി. ഇടതുപക്ഷ സ്ഥാനാർത്ഥി മുൻ മന്ത്രി CPIയുടെ AYFൻ്റെ മുൻ നേതാവ്, CPIയുടെ പ്രമുഖ നേതാക്കളിലൊരാളായ VS സുനിൽകുമാർ ആയിരുന്നല്ലോ. അതായത് സുരേഷ് ഗോപിക്ക് കിട്ടിയ ഭൂരിപക്ഷവും മുരളീധരന് കുറഞ്ഞ വോട്ടുകളും കൂടെ കണക്ക് കൂട്ടുമ്പോൾ കാര്യങ്ങൾ കൃത്യമാണ്. ആർക്ക് കുറഞ്ഞ വോട്ട് ആർക്ക് കൂടി എന്നുള്ളതിൻ്റെ കണക്കുകളാണ് ഈ പറഞ്ഞത്. ഇടതുപക്ഷത്തിന് തോറ്റപ്പോഴും 20,000 വോട്ടിന് അടുത്ത് കൂടുക ചെയ്തത്, 16,196 വോട്ട് കൂടുക ചെയ്തത്. ഈ കണക്ക് ഒരു സൂചകമാണ്. ആർക്ക് എങ്ങനെ കച്ചവടം ചെയ്യുന്നു എന്നതിൻ്റെ സൂചകമാണ്. നമ്മൾ 1960 കാര്യം പറഞ്ഞല്ലോ. 60-ൽ EMSനെ തോൽപ്പിക്കാൻ വേണ്ടി പട്ടാമ്പിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥിക്ക് ജനസംഘം സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് പിന്തുണ പ്രഖ്യാപിച്ചതിൻ്റെ തുടർച്ച പിന്നീട് പല ഘട്ടങ്ങളിലും പല രൂപത്തിലുണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നോക്കൂ, 2024 തെരഞ്ഞെടുപ്പിൽ പാലക്കാടാണല്ലോ BJPയുടെ ഏറ്റവും വലിയ പ്രതീക്ഷ ഉള്ള മണ്ഡലം. ആ മണ്ഡലത്തിൽ നടക്കുന്നത്, ആ മണ്ഡലത്തിൽ കോൺഗ്രസ് മുന്നോട്ട് വെച്ചിരിക്കുന്നത് ഒരു പൊളിറ്റിക്കൽ ഫൈറ്റാണോ? അവിടെ മുൻപത്തെ നിലവിലെ സിറ്റിംഗ് MLA എന്ന് പറയുന്നത് യൂത്ത് കോൺഗ്രസിന് മുൻ സംസ്ഥാന പ്രസിഡന്റ് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അയാൾ സീരിയൽ റേപ്പ് കേസുകളിൽപ്പെട്ട് പുറത്തായി. 9-10 റേപ്പ് കേസുകളുണ്ട്. മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ ഒരാൾ വ്യഭിചരിച്ച് നടന്ന് പെൺകുട്ടികളെ വലയിലാക്കി അവരെ പല രീതിയിൽ ബുദ്ധിമുട്ടിച്ച് ദുരുപയോഗം ചെയ്തിട്ട് അയാളെയാണല്ലോ സതീശൻ ന്യായീകരിച്ചതെന്ന് മുഖ്യമന്ത്രി ചോദിച്ചല്ലോ. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയാണ്, ആഭ്യന്തരമന്ത്രി കൂടിയാണ്. അദ്ദേഹമാണ് ചോദിച്ചത്. അത്ര നീചമായ കേസുകളിൽപ്പെട്ടാണ് അയാൾ പുറത്തു പോകേണ്ടി വന്നത്, സ്ഥാനാർത്ഥി അല്ലാതാവേണ്ടി വന്നത്. പക്ഷേ അപ്പോഴും അയാൾ മത്സരിച്ച ഘട്ടത്തിൽ, ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിച്ചപ്പോൾ അയാൾ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന അധ്യക്ഷനായിരുന്നു. അതൊരു രാഷ്ട്രീയ മത്സരമായിരുന്നു. അതിനു മുമ്പ് മത്സരിച്ചത് ഷാഫി പറമ്പിലാണ്. ഷാഫി പറമ്പിൽ വടകരയിൽ മത്സരിക്കാൻ വേണ്ടി മുമ്പ് പറഞ്ഞ ആ ഇക്വേഷൻ്റെ ഭാഗമായിട്ട് K മുരളീധരൻ തൃശ്ശൂരിലേക്ക് പോയപ്പോൾ 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ ഷാഫി പറമ്പിലിനെ മത്സരിപ്പിച്ചു UDF. അങ്ങനെ ഷാഫി പറമ്പിൽ വടകരയിലേക്ക് പോയപ്പോഴാണ് രാഹുൽ മാങ്കൂട്ടത്തിലിനെ ആ ബൈ ഇലക്ഷനിൽ പാലക്കാട് മത്സരിപ്പിച്ചത്. 2021 ഷാഫി പറമ്പിൽ E ശ്രീധരനെതിരെ മത്സരിച്ചതും ഒരു രാഷ്ട്രീയ മത്സരമായിരുന്നു. ആ രാഷ്ട്രീയ മത്സരത്തിൽ E ശ്രീധരൻ ഒരു പക്ഷേ ജയിച്ചേക്കാം എന്ന ഘട്ടം വന്നപ്പോൾ മതേതര വോട്ടുകൾ ഷാഫി പറമ്പിന് അനുകൂലമായി ഏകീകരിക്കപ്പെട്ടതുകൊണ്ടാണ് ഷാഫി പറമ്പിൽ ജയിച്ചതെന്ന് എല്ലാവർക്കും അറിയാം. ഒരു ഘട്ടത്തിൽ നിയമസഭയിൽ സ്പീക്കർ AN ഷംസീർ പോലും ചോദിച്ചു, ഷാഫി താങ്കൾ എങ്ങനെയാണ് ജയിച്ചതെന്ന് മറന്നു പോകരുത്. അങ്ങനെയൊക്കെ രാഷ്ട്രീയമായ മത്സരങ്ങൾ നടക്കുന്ന ഒരു സംസ്ഥാനത്ത്, ഒരു നിർണായക മണ്ഡലത്തിൽ ഇത്തവണ
ഒരു സിനിമ നടന് താരം എന്നൊക്കെ പറയാൻ പറ്റുമെന്നറിയില്ല, അയാൾ ഏതെങ്കിലും തരത്തിൽ എപ്പോഴെങ്കിലും രാഷ്ട്രീയമായി എന്തെങ്കിലും കാര്യങ്ങൾ ഇടപെട്ടിട്ടുള്ള ആളല്ല. സൂപ്പർ സ്റ്റാർ മെഗാസ്റ്റാർ മമ്മൂട്ടിയുമായി വീഡിയോ കോളിൽ സംസാരിക്കാനുള്ള, അല്ലെങ്കിൽ അയാളുടെ മമ്മൂട്ടിയുടെ കൂടെ നടക്കാനുള്ള അടുപ്പമുണ്ട് എന്നത് മാത്രമാണ് പുള്ളിക്കാരൻ പറയുന്ന സ്വന്തം പറയുന്ന ഒരേ ഒരു ക്വാളിറ്റി. ഞാൻ ജയിച്ചാൽ മമ്മൂട്ടിയെ കൊണ്ടുവരും എന്നുള്ളതാണ്. ഇപ്പോൾ മമ്മൂട്ടി ഒരു തവണ വീഡിയോ കോൾ വിളിച്ചു, ഇനി മമ്മൂട്ടിയെ വീഡിയോ കോൾ വിളിക്കില്ല നമ്മൾ കേൾക്കുന്നുണ്ട്. കാരണം രാഷ്ട്രീയമായി ഇലക്ഷൻ നടക്കുന്ന ഒരു സംസ്ഥാനത്ത് എതിർ സ്ഥാനാർത്ഥി കൈരളിയുടെ ചെയർമാൻ UDFൻ്റെ സ്ഥാനാർത്ഥിക്ക് വേണ്ടി വീഡിയോ കോൾ വരുന്നത് ശരിയാണോ എന്നുള്ള ധാർമ്മികതയൊക്കെ സജീവമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. എന്തായാലും നമ്മൾ അവസാനിപ്പിക്കുകയാണ്. BJP, കോൺഗ്രസ്, ലീഗ് ഉൾപ്പെടുന്ന രാഷ്ട്രീയ ഡീലിൻ്റെ കൂടുതൽ വിവരങ്ങൾ അടുത്ത ദിവസങ്ങളിൽ പുറത്തു വരും എന്ന സൂചന സതീശന് സംഘത്തിന് കിട്ടിയിട്ടുണ്ട്. അതിനെ പ്രതിരോധിക്കാനാണ് ഇടതുപക്ഷവും BJPയുമായി CPMും BJPയുമായി ഡീലുണ്ട് എന്ന നുണ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ നുണയും എടുക്കാ നാണയമായി പൊട്ടാത്ത പടക്കമായി മാറാൻ പോവുകയാണ്. ഇലക്ഷന് 2 ആഴ്ച കൂടിയുണ്ട്. 2 ആഴ്ചക്കുള്ളിൽ ഇത്തരം പൊട്ടാത്ത പടക്കങ്ങൾ പലതും വരും. അതെല്ലാം നനഞ്ഞു തന്നെ ചീറ്റിപ്പോവുകയും ചെയ്യും. കാത്തിരുന്ന് കാണാം. നന്ദി, നമസ്കാരം.